ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന റെസിപ്പി എന്ന് പറയുന്നത് ചോറിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു വറുത്തരച്ച തീയലിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് വലിയ ജീരകം ഉണ്ടല്ലോ അതിട്ട് കൊടുത്ത് നമ്മൾ തേങ്ങയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇതിനകത്ത് വെള്ളം ഒന്ന് വറ്റുന്നവരെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ അടി പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം കൊണ്ട് വലിയ പ്രശ്നം വരത്തില്ല, എന്നാലും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഇതിലേക്ക് ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കണം, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇളക്കലാണ് ഇതിനെ മെയിൻ ഘടകം എന്ന് പറയുന്നത്. കണ്ടിന്യൂ ഇളക്കി, കണ്ടില്ലേ, കുറച്ച് നേരം ഇങ്ങനെ നമ്മുടെ കൈക്കൊരു പണി കിട്ടും, ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് തേങ്ങയുടെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വരട്ടെ. ഇപ്പോൾ കുറച്ചൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല ഒരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടി ഐറ്റംസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പൊടി ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കണം, അല്ലെങ്കിൽ പൊടി ഐറ്റംസൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഓഫ് ചെയ്താലും കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം പൊടി. ഇനി നമുക്ക് ഇതിന് വേണ്ട പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് കിഴങ്ങ്, വെണ്ടയ്ക്ക, സവാള, കുറച്ച് പടവലങ്ങ, ഒരു പച്ചമുളക്, പിന്നെ തക്കാളി, ഇത്രയുമാണ് വേണ്ടത്. ഇതെല്ലാം കൂടി നമ്മളൊരു പാനിലേക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു ചെറിയ കഷ്ണം പട്ട ഇതിടുന്നതുകൊണ്ട് നമ്മുടെ കറിക്ക് നല്ലൊരു മണമൊക്കെ കിട്ടും. അതുകൂടി ഇട്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഒഴികെയുള്ള ബാക്കി വെജിറ്റബിൾസ് എല്ലാം ഉണ്ടല്ലോ അതെല്ലാം കൂടെ നമ്മൾ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് ഇത് വഴണ്ട് കിട്ടും. ഇപ്പോൾ ഒരുവിധം ഇതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഈ നേരത്ത് നമുക്ക് നമ്മുടെ അരപ്പ് അരച്ചെടുത്തുകൊണ്ട് വരാം. അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്, ചെറിയൊരു തരിതരിപ്പോട് കൂടി ഇത് നമ്മൾ ഒന്ന് അരച്ചെടുക്കണം. ഈ പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമ്മൾ ഈ വഴണ്ട് വന്ന പച്ചക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ സമയം തന്നെ ചെറിയൊരു കഷ്ണം വാളംപുളി വെള്ളത്തിലിട്ട് വെച്ച് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം കൂടി നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ബാക്കി തക്കാളി ഇരുന്നല്ലോ, ആ തക്കാളിയും കൂടി ലാസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു തീയലിൻ്റെ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. ആ പട്ട ഇട്ട് കൊടുത്തുകൊണ്ട് നല്ല നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവർ